ഹായ് ഗൈസ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു സേമിയ പായസം ഉണ്ടാക്കിയാലോ? നമുക്ക് കിട്ടുന്ന സേമിയ ചിലപ്പം വറുത്തായിരിക്കും, വറുത്തില്ലായിരിക്കും. നല്ല ഇതിപ്പം ഞാൻ അടുത്ത് വറക്കാത്തതാണ്. അതുകൊണ്ടൊന്ന് മൂപ്പിച്ചെടുക്കുക, ഒന്ന് ചൂടാക്കിയെടുക്കുക. സേമിയ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് ചട്ടിക്കകത്തിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അതിലേക്ക് ചൂടാക്കിയെടുത്ത് അങ്ങ് മാറ്റി കഴിഞ്ഞാൽ അതിലോട്ട് ഒരു സ്പൂൺ നെയ്യ് ഇടുക. നെയ്യിട്ടതിന് ശേഷം അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടിയിട്ടൊന്ന് വഴറ്റി എടുക്കുക. അതിന് ശേഷം മാറ്റി വെച്ച സേമിയ അതിലൂടെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ലോണം ഇളക്കുകയാണ്. എല്ലാം ഒന്ന് യോജിക്കാൻ വേണ്ടി നല്ലോണം ഇളക്കണം. അതിനുശേഷം പാല്, ഒരു അരക്കപ്പ് പാല് എടുത്ത് ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ 1/4 കപ്പ് വെള്ളം, പച്ചവെള്ളം അതിലോട്ടൊന്ന് മിക്സ് ചെയ്യുക. 1/4 കപ്പ് പഞ്ചസാര, ഇത് മൂന്നും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് പാല് വീണ്ടും ഒഴിക്കുക. ഒന്ന് നീളം കിട്ടാൻ വേണ്ടി, പായസമല്ലേ, നീളം കിട്ടാൻ വേണ്ടി ഒന്നൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി. അല്ല, കുറച്ച് വെള്ളം കൂടെ ആയിക്കോട്ടെ. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറു തീയിൽ വെക്കുക. അധികം വലിയ തീ ആയിരിക്കില്ല, ചെറിയ തീയിലൊന്ന് വെച്ചിട്ട് ഒന്ന് ഇളക്കി നല്ലപോലെ ഇളക്കുക. അടുക്കി പിടിക്കാതെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി നോക്കുക. അത് വെന്തെങ്കിൽ കുഴപ്പമില്ല, വെന്തില്ലെങ്കിൽ കുറച്ച് പാലൊഴിക്കുക. പിന്നെ മധുരം ഒന്ന് ചെക്ക് ചെയ്യുക. മധുരം പോരെങ്കിൽ കുറച്ച് പഞ്ചസാര ഒഴുകുക. പഞ്ചസാര ഒന്ന് ഇളക്കി. ഇപ്പം തന്നെ നല്ല സ്മെല്ല് വന്ന് കാണും, നല്ല മണമായിരിക്കും. ഏകദേശം അത് ഒരു ഫ്ലെക്സിബിളായി കാണാം. ഒരുമാതിരി ഒരു പായസത്തിൻ്റെ രൂപമായി കഴിയുമ്പോൾ നമ്മൾ പതിയെ ഒന്ന് ഓഫ് ചെയ്യുക. നല്ലപോലെ ഇളക്കിയിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് സെർവ് ചെയ്യാം. ചെറിയ ബൗളിനകത്ത് സെർവ് ചെയ്ത് വൈകിട്ടത്തേക്കുള്ള സേമിയ പായസം റെഡിയായി. സമയം കളയാനൊക്കെ നല്ല വൈകുന്നേരങ്ങളിൽ ആസ്വാദ്യകരമാക്കാൻ വേണ്ടി. ഇന്നത്തെ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയുക.